പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീസസ് മൈറ്റി വേഴ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ നിങ്ങളെ കാണുവാൻ ദൈവം എന്നെ സഹായിച്ചത് ഓർത്ത് കർത്താവിന് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവ് എനിക്ക് നൽകിയ ഒരു ചിന്ത, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പരിഭവങ്ങൾ പറയുന്നവരാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് എൻ്റെ ഉള്ളിൽ തന്ന ഒരു ചെറിയ ചിന്ത ഇന്ന് നിങ്ങളുമായി പങ്കുവെപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 16-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഹാഗറിനോട് കർത്താവിൻ്റെ ദൂതൻ ഇങ്ങനെ പറയുന്നു: നിന്റെ സന്തതിയെ ഞാൻ അനുഗ്രഹിക്കും, നീ അവനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. അവനെക്കുറിച്ചുള്ള വലിയ ഒരു പ്രവചനം പ്രഖ്യാപിക്കുകയാണ് അവിടെ ദൂതൻ. എന്നാൽ എൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അവനൊരു കാട്ടുകഴുതയുടെ സ്വഭാവം ഉള്ളവനായിരുന്നു എന്ന്. ദൈവം അവനെ അനുഗ്രഹിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ അവനെ വലിയ ജാതിയാക്കുമെന്ന് കാണുമ്പോൾ തന്നെ അവനെക്കുറിച്ചുള്ള സ്വഭാവത്തെ കർത്താവ് അറിഞ്ഞിരുന്നു, അല്ലെങ്കിൽ അവൻ എന്തായിരിക്കുമെന്ന് കർത്താവ് അറിഞ്ഞിരുന്നു. അവൻ്റെ നിലപാടുകളും അല്ലെങ്കിൽ അവൻ്റെ സ്വഭാവം എന്തായിരിക്കും, അവൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. അവിടെ പറയുന്ന ഭാഗം ഇങ്ങനെയാണ്: അവൻ്റെ കരം ശത്രുക്കൾക്ക് ഭാരമായിരിക്കും, ശത്രുക്കളുടെ കരം അവന് ഭാരമായിരിക്കും എന്നൊക്കെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. എന്നാൽ ആ ദുഷ്ടഹൃദയമുള്ള ഇസ്മയിലിനെ ദൈവം അനുഗ്രഹിക്കാമെന്ന് വാഗ്ദത്തം ചെയ്തു. അവനെ കർത്താവ് അനുഗ്രഹിച്ചുവെങ്കിൽ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ആ പഴയ നിയമ ഇസ്മയിൽ അല്ല, നമ്മൾ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ്. നാം കർത്താവിൻ്റെ ചങ്ക് തുറന്ന ആ രക്തത്താൽ കർത്താവ് നമ്മളെ വീണ്ടെടുത്തതാണ്. നമ്മൾ വിലപ്പെട്ടവരാണ്. നമ്മൾ എത്രമാത്രം അനുഗ്രഹത്തിന് യോഗ്യതയുള്ളവരാണ്. എന്നാൽ കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ അനുഗ്രഹത്തിനെ തടസ്സപ്പെടുത്തുവാൻ ശത്രു പല തരങ്ങളിലും നമ്മളെ ഭീതിപ്പെടുത്തും. ശത്രു നമ്മളെ പല രീതികളിലും നമ്മളെ തകർത്ത് കളയുവാൻ പദ്ധതിയിടുന്നു. എന്നാൽ ഇന്ന് നമ്മളൊക്കെ ഹൃദയത്തിൽ തോന്നേണ്ട ഒരു കാര്യം, എൻ്റെ കർത്താവ് എന്നെ വീണ്ടെടുത്തിരിക്കുന്നത് ഞാൻ നന്മ പ്രാപിപ്പാനാണ്, ഞാൻ തകർന്നു പോകുവാനല്ല. കർത്താവ് എന്നെ ഈ ദേശത്ത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ എല്ലാ നിലകളിലും ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ കർത്താവ് മതിയായവനാണ്. അതുകൊണ്ട് നമുക്ക് പറയാം, എൻ്റെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതലാണ് ഞാൻ. അതുകൊണ്ട് എന്നെ ഒരു രീതികളിലും, എന്നെ ഒരു ശാപവും ഒരു ശത്രുവിൻ്റെ തന്ത്രങ്ങളും എൻ്റെ കുടുംബത്തിലോ എൻ്റെ ജീവിതത്തിലോ കടന്നു വരുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് നമ്മൾ എത്ര പേർക്ക് ഉറപ്പോട് പറയാൻ കഴിയും? പല നിലകളിൽ ശത്രു നിങ്ങളെ പല സമയങ്ങളിൽ നിങ്ങളെ ഭീതിപ്പെടുത്തുന്നത് നീ തകർന്നു പോകുമെന്നാണ്, പല നിലകളിൽ നീ വീണു പോകുമെന്നാണ്. എന്നാൽ നമ്മുടെ വീഴ്ച കാണുവാൻ ആഗ്രഹിക്കുന്ന ശത്രു, നമ്മുടെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്ന ശത്രുവിന് മുമ്പിൽ നമ്മൾ ഉയർത്തി നടത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ ആത്മിക നിലപാടുകളിൽ നാം ദൈവത്തോടടുത്ത്, നാം ദൈവസന്നിധി താണിരുന്ന് ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മളെ കർത്താവ് ഉയർത്തുക തന്നെ ചെയ്യും. അവൻ്റെ സന്നിധി നമുക്ക് താണിരിക്കാം. നമ്മൾ അനുഗ്രഹിക്കപ്പെടും, നമ്മൾ ദൈവത്താൽ മാനിക്കപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പായും ഞാൻ നിങ്ങളോട് ഈ പ്രഭാതത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. ഈ വചനത്താൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.